ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് ആദ്യമായി ഇത്തവണ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കും. കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാരെ അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവരുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കാനുള്ള BJP ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിരുന്നൊരുക്കലെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, വേറെ എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മുടെ ക്ലെമീസ് തിരുമേനി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സഭാധ്യക്ഷന്മാരെയൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ക്രിസ്മസ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തിരക്കുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പറയൂ വിവരങ്ങൾ. SKN, തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഘടകം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ മണിപ്പൂർ സംഭവങ്ങളും അതിന് തുടർച്ചയായിട്ടുള്ള സാഹചര്യങ്ങളും BJPയുമായിട്ട് ഈ ക്രൈസ്തവ നേതൃത്വത്തെ അടുപ്പിക്കുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്ന് വരുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പല കോണുകളിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ഈ വിഷയത്തിൽ എടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. പ്രധാനമന്ത്രി ഇന്ന് ആദ്യമായിട്ട്, ഒരു പക്ഷേ ആദ്യമായിട്ട് എന്ന് നമുക്ക് പറയാം, ഒരു ക്രിസ്മസ് വിരുന്നൊരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:45 അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ ക്രിസ്മസ് വിരുന്ന് ഒരുക്കുന്നത്. ഒരു ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് അദ്ദേഹം ഈ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും നേതാക്കന്മാരും ഒക്കെയായിട്ട് ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇല്ല, BJPയുടെ ഭാഗത്തില്ല. ഈ ഒരു സന്ദേശം പ്രതിഫലിപ്പിക്കുകയാണ് ഈ ഇന്നത്തെ ഈ ദിവസത്തെ ഈ തരത്തിലുള്ള ഒരു വിരുന്നിന്റെ ലക്ഷ്യം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വലിയ താല്പര്യമെടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.